എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചന്തം പോലെ നമ്മുടെ മുത്തപ്പന്മാർക്ക് കാരണവന്മാർക്കൊക്കെ പോയി ബലിയിട്ടിട്ടൊക്കെ വന്നുട്ടാ. അപ്പൊ ഇനി അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം വാങ്ങാൻ വേണ്ടി ചെടുക്കന് പോയിട്ട് വരാം. നമ്മുടെ അവിടെ തന്നെ വേഗം പോയിട്ട് വേഗം വരാം കേട്ടോളേ. ശരി. ആയ കാലത്ത് നമുക്ക് വേണ്ടി താങ്ങും തണലുമായിരുന്നവർക്ക് വേണ്ടി തെങ്ങോ പനയോ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ആ വീട്ടിൽ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോഴേക്കും ചിക്കൻ കറി തിളച്ചു. ചൂടായ കല്ലിൽ എണ്ണ തേച്ചും കണ്ട് അമ്മ ദോശ വീത്തിയിട്ടോളി. ചെടുക്കൻ ഒരു 5-8 ദോശ വീത്തി കഴിഞ്ഞപ്പോൾ ഇനി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. വീത്തിയ ദോശ തിരിയാമറിയാന്ന് ചുട്ടെടുക്കുന്ന ഒരു കാഴ്ച അതിസുന്ദരം തന്നെയാണ്. അപ്പോഴേക്കും അച്ഛൻ നാക്കലയും നറുക്കലയും ഒക്കെ വെച്ചു. കാരണവന്മാർക്ക് വേണ്ടിയതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് അതിനെയും ഓരോ ഗ്ലാസ്സിലേക്ക് അതും വെച്ചു. ചോറും ദോശയും ചിക്കൻ കറിയും പപ്പടവും ഒക്കെ വെച്ച് അവരുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളായ ഇത്തരം കാഴ്ചകളും സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ചടങ്ങുകളും ഇന്നും നമ്മളിലൂടെയൊക്കെ തന്നെ നിലനിന്നു വരുന്നുണ്ട്. അതെ, ചന്തം പോലെ ഇത്തരം സംസ്കാരങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് നമ്മൾക്കൊക്കെ സന്തോഷം.